ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരുപാട് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ്, ഓസ്ട്രേലിയയിൽ എവിടെയാ, അതെന്താ ആ സ്ഥലം ചൂസ് ചെയ്തത്? ഞങ്ങൾ ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റിൽ നോർത്ത് സിഡ്നി എന്ന് പറഞ്ഞ സബർബിലാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നടന്നാൽ നമുക്ക് ഹാർബർ ബ്രിഡ്ജിൻ്റെയും ഓപ്പറ ഹൗസിൻ്റെയും ഒരു സൂപ്പർ വ്യൂ കാണാം. പക്ഷേ ഇതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ ഈ സ്ഥലം ചൂസ് ചെയ്തത്. ഒരു ദിവസം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു സർപ്രൈസ് പോലെയാണ് ഞങ്ങൾ ഈ വ്യൂ കണ്ടത്. പോരുന്നോ ഞങ്ങളുടെ കൂടെ ഒന്ന് നടക്കാനായിട്ട്? നോർത്ത് സിഡ്നിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ സെറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലം ചൂസ് ചെയ്തത്. പിന്നെ എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് കൊച്ചിൻ്റെ കാര്യങ്ങളും ഫുൾ ടൈം ജോബും ഒക്കെ ആയിട്ട് മാനേജ് ചെയ്തെന്നുള്ളത്. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഉള്ള എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് കെയർ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് മാനേജ് ചെയ്യാം എന്നായിരുന്നു. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ചൈൽഡ് കെയർ രാവിലെ 6:30 മുതലുണ്ട്. ഇവിടെ നഴ്സുമാർക്ക് മോർണിംഗ് ഷിഫ്റ്റ് 7 മണിക്കാണ് തുടങ്ങുന്നത്. 7 മണി തൊട്ട് 3:30 വരെയാണ് വൈകിട്ട് മോർണിംഗ് ഷിഫ്റ്റ്. അപ്പം മോർണിംഗ് ഷിഫ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ രാവിലെ കൊച്ചിനെ ചൈൽഡ് കെയറിലാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോകാമല്ലോ, ആ ഒരു വിശ്വാസത്തിലാണ് ഇങ്ങോട്ട് വന്നത് കൊച്ചിനെ കൊണ്ട്. ഈ ഒരു കണക്കൂട്ടലിൽ ഇവിടെ വന്ന് 1 വർഷത്തേക്ക് റെൻറ്റിന് അപ്പാർട്ട്മെൻറ്റും ഒക്കെ എടുത്ത് ജോലിയുടെ കോൺട്രാക്റ്റും ഒക്കെ സൈൻ ചെയ്ത് സ്കൂളിൽ കൊച്ചിന് അഡ്മിഷന് ശരിയാക്കി ഓരോന്നായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ ബിഫോർ സ്കൂൾ കെയർ രാവിലെ 7 മണിക്കേ തുടങ്ങത്തുള്ളെന്ന്. ഡ്യൂട്ടി 7 മണിക്കാണല്ലോ തുടങ്ങുന്നത്. ഒരു പുതിയ രാജ്യത്ത് വരുമ്പം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ജോലിയുടെ ടൈമിങ്ങും ചൈൽഡ് കെയറും കൂടെ ക്ലാഷ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്തെങ്കിലും ചൈൽഡ് കെയർ ടൈമിങ് ഇഷ്യൂസ് കാരണം ജോലിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ ജോലി വേണ്ടെന്ന് വെക്കുമായിരുന്നു ചെയ്തത്. പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എംപ്ലോയർ വിസയിലല്ലായിരുന്നു വന്നത്. ഞാൻ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ സ്റ്റേറ്റ് നോമിനേറ്റഡ് ആയിട്ടുള്ള 190 എന്ന് പറയുന്ന പെർമനൻറ്റ് റെസിഡൻറ്റ് PR വിസയിലാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് റിസ്ട്രിക്ഷൻ ഒന്നുമില്ല. NSWയിൽ ന്യൂ സൗത്ത് വെയിൽസിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അങ്ങനെ 9 to 5 ജോബ്സ് വല്ലതും കിട്ടുമെന്ന് നോക്കാൻ തുടങ്ങി. പിന്നെ സ്കൂൾ ടൈമിനനുസരിച്ചൊരു നേഴ്സിന് ജോലി കിട്ടുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ നമ്മൾ നടന്നത് ആ ഹാർബർ ബ്രിഡ്ജിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹാർബർ ബ്രിഡ്ജിൻ്റെ ഒരറ്റം ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇത് മിൽസൺസ് പോയിൻ്റ് എന്ന് പറഞ്ഞ ട്രെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുന്ന് 2 മിനിറ്റ് അങ്ങോട്ട് നടക്കുമ്പോഴത്തേന് നമ്മുടെ ഓപ്പറ ഹൗസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂവും കൂടെ കാണാം നമുക്ക്. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം അനീറ്റ ആൻഡ് ഡേവിഡ്.